ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ഇരിക്കുന്ന ആളില്ലേ, ഇതിന് പിന്നിലൊരു പിന്നാമ്പുറ രഹസ്യമുണ്ട്. ഇങ്ങനെ വീഡിയോയില് കാണുമ്പോ അറിയണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോ കണ്ണിന്റെ അടുക്ക് കളറൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു കീറല്. ആരെ വെള്ളം അവിടെ വെച്ചത്? അവിടെ വെള്ളം ഉണ്ടായെന്താ? അപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന തിരുവനന്തപുരത്ത് നിന്നാണ്. നമ്മള് പുറത്തു പോയിട്ട് വെള്ളം കുടിച്ചോ. പൊങ്കാലയ്ക്ക് വന്നു കൊടുക്കാണ് കേട്ടാ. അപ്പോൾ അവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ നാളെ നമ്മൾ പൊങ്കാലയുടെ വീഡിയോ ആവും. അപ്പോൾ ഇന്നത്തെ ഈ പൊങ്കാലയുടെ വീഡിയോന്റെ മുന്നേ തന്നെ നമുക്കൊരു ചെറിയ കാര്യം ഇതൊക്കെ പറയാനും കാണിച്ചു തരാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താണ് സംഭവം പറഞ്ഞോളൂ ചേച്ചി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം എൻ്റെ കണ്ണുമ്പ് കൂറ്റുണ്ടായിരുന്നു. എനിക്കിത് മുന്നേ വന്നിട്ടുണ്ട്. നമ്മളെ പണ്ടത്തെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അറിയാം. എൻ്റെ ഈ യൂട്യൂബ് ചാനലോടാണ് മുന്നേ അമ്മയുടെ യൂട്യൂബ് ചാനലൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ കണ്ണുമുന്നിൽ കുരു വരും. അത് ആദ്യം കുറച്ച് ദിവസം ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഓക്കെ, വേദന ഒന്നുമില്ല, പക്ഷെ ആ കുരുവിന് വീർത്ത് വരും. അപ്പോൾ ഞാൻ എത്ര ദിവസം ഇങ്ങനെ പേടിച്ചിട്ടെങ്കിൽ മുന്നേ വന്നിരുന്നില്ല. ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യാതെ തന്നെ എനിക്ക് നല്ല പേടിച്ചിട്ട് ഞാൻ ആവശ്യത്തേക്ക് നോക്കിയിരുന്നില്ല. അവസാനം അതവിടെ വെച്ചിട്ട് വലിയ ഉപകാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കീറാൻ പ്ലാൻ എടുത്ത് പിന്നെ വീട്ടിൽ നിന്ന് എന്നൊക്കെ നല്ല ചീത്തായിട്ട് തുടങ്ങിയപ്പോൾ അവസാനം ഞാൻ കീറാൻ തീരുമാനിച്ച്. എന്ന് പോയിട്ട് മിനിഞ്ഞാന്ന് 2 ദിവസം മുന്നേ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി കീറി. ഒരു ദിവസം കണ്ണ് കെട്ടിപ്പൂട്ടിയൊക്കെ വെച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു വീർമതി ഉണ്ട് കേട്ടോ, ഈ ഒരു ഏരിയയിൽ കുറച്ച് വീർമതി ഉണ്ട്. അപ്പോൾ നന്നായി സോപ്പിട്ട് കഴുകണം. വേറെ ക്രീമോ കാര്യങ്ങളൊന്നും ഫേസിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് ആവരുത്. 2 ദിവസം മരുന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇതാ സെറ്റായി വരുന്നു. ഇത് ചെറിയ പഴുപ്പ് വരുന്നത് അത്ര. അപ്പോൾ കൂടുതലും കണ്ണിലേക്ക് പൊടി കാര്യങ്ങൾ വരുമ്പോൾ ഉള്ള പ്രശ്നമാണ്. അതെല്ലാവർക്കും ഉണ്ടാവില്ല. ചിലർക്കൊക്കെ ഇങ്ങനെ വരുന്ന കാണാം. അപ്പോൾ ചിലരൊക്കെ അത് അവിടെ അങ്ങനെ വെച്ചിരിക്കും. പക്ഷെ അങ്ങനെ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുകൊണ്ട് കീറി കഴിഞ്ഞ് നമ്മളെ കണ്ണ് സെറ്റായി കിട്ടും. അതിനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ കണ്ടിട്ട്, തേൻ വെച്ചാൽ മതി സെറ്റാവുന്നൊക്കെ. ഇട്ട് ഞാൻ കുറേ ദിവസം തേൻ വെച്ച് നോക്കി. പിന്നെ എന്താ വേറെ കുറേ സാധനങ്ങൾ പരീക്ഷിച്ചു. ഇത് എന്താ ഞാൻ ഇപ്പൊ ഒന്നും പറയാത്ത വെച്ച് കഴിഞ്ഞാൽ, അവളാണ് ഇത് അനുഭവിച്ച ആള്. അപ്പൊ അനുഭവിച്ച ആൾ പറയുന്നതായിരിക്കും ബെറ്റർ. അതാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അങ്ങനെ കുറേ പരീക്ഷണങ്ങൾ നോക്കി, പക്ഷെ സെറ്റായില്ല. അവസാനം പണ്ടത്തെ പോലെ പോയി കയറി. അപ്പം എൻ്റെ ഒരു ഐഡിയയിൽ 2 മൂന്നാമത്തെ തട്ടാണെന്ന് വിചാരിച്ചു. പക്ഷേ ഡോക്ടറെ അടുത്ത് പോയി ഫയൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് 4ാമത്തെ തട്ടാണ് ഞാൻ ഇപ്പോൾ കയറുന്നത്. അല്ലേ? 2 വട്ടം കയറുമ്പോൾ പിന്നെ അറിയാൻ തോന്നുന്നു. ഒന്ന് കല്യാണത്തിന് മുന്നേ ആണെങ്കിലും പിന്നെ അറിയാം. ബാക്കിയൊക്കെ പണ്ടൊക്കെ. അപ്പൊ കാത്തോട് ഗംഭീര കരച്ചിലും കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം തന്നെ അത് പോയിട്ട് കണ്ടാൽ ആദ്യം അത് കണ്ടിട്ട് വരിക. അപ്പത്തേക്ക് പൊന്നു കാത്തൂനെ സെറ്റ് ആക്കട്ടെ. അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ ഞാനും ഏട്ടനും മാത്രമേ അവിടെ പോകണുള്ളൂ. ഉണ്ണികളിലൊന്നും കൊണ്ടുപോകണില്ല. ഹോസ്പിറ്റലിലല്ല, ഓരോ പനികളും കാര്യങ്ങളും നടക്കണോണ്ട് തന്നെ അമ്മയും അച്ഛനും വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ കാത്തും കുണുക്കനും കുണുക്കിയൊക്കെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താട്ടോ. അപ്പോൾ ഞാനും ബെബിയും കൂടി പോവാണ്. ബെബിയുടെ മുഖം എന്താണ് ഇങ്ങനെ വേർതിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് നല്ല ടെൻഷനുണ്ട്. ഇങ്ങനെ കണ്ണൊക്കെ കീറാൻ പോവാന്ന് പറഞ്ഞതിൻ്റെയും എന്താവും അറിയാത്തതിൻ്റെ ഒക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനോട് ആരും ചോദിക്കുന്നത്, എൻ്റെ അല്ല കണ്ണ് കയറുന്നത്, പിന്നെ നീ എന്തെങ്കിലും ടെൻഷൻ അടിക്കണമെന്ന് വെച്ചിട്ട് അവനെ ചെറുപ്പിക്കാനൊക്കെ ശ്രമിച്ചു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഫേസ് കണ്ടറിയാം, എനിക്ക് തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായി കണ്ണിങ്ങനെ കയറിയിട്ട്. മുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല വേദനയുള്ള പരിപാടിയാണെന്ന് എനിക്കറിയാമല്ലോ. മുന്നേ ചെയ്തതിലും എനിക്ക് നല്ല വേദനയുള്ള പരിപാടിയെന്നറിയാം. പിന്നെ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ചെയ്യുന്നതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തല കറങ്ങിയപ്പോൾ ഏട്ടൻ പോയിട്ട് എനിക്ക് മാംഗോ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. അതും കുടിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ പുറത്ത് ഇങ്ങനെ ഒരു തിയേറ്റർ പോലെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ നേരത്തിന് ശേഷം ഡോക്ടർ വന്നു. പിന്നെ ഇപ്പോൾ വിളിക്കുമെന്നറിയാവില്ല, ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ടെൻഷൻ അടിച്ച് അവനോട് ഓരോന്നും ഞാൻ പറയുന്നുണ്ട്. ഞാൻ റിട്ടേൺ വരുമ്പോൾ എനിക്ക് കണ്ണ് കാണില്ലെന്നുണ്ട് ഞാൻ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാൻ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന്, പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന ടൈമിൽ അവനെ പേടിപ്പിക്കാൻ പറ്റൂ. അവനെ പേടിപ്പിച്ച് ഇപ്പോൾ ഡോക്ടർ വിളിക്കും എന്നുള്ള അറിവിൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണ് കാണാതെ എന്താവും എന്നൊക്കെയാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ച് വെള്ളം കൂടെ ഇരുന്ന് കുടിക്കുന്നുണ്ടായിരുന്നു. എത്ര വെള്ളം ഞാൻ കുടിച്ചാണെന്ന് എനിക്ക് തന്നെ പെടുത്തില്ല. വേറെ എന്തെങ്കിലും ടെൻഷൻ കൊണ്ടാണ് എനിക്ക് ടെൻഷൻ അടിച്ചപ്പോൾ വെള്ളം ദാഹിക്കും. തൊണ്ടയ്ക്ക്
വരളനെ പോലെ തോന്നൂട്ടോ. അങ്ങനെ വിചാരിച്ചോളൂ ഞാൻ വെള്ളം കുടിച്ച് എണ്ണി പറക്കിയിരിക്കും. എന്നെ വിളിച്ചു. അപ്പം ഞാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ കണ്ണ് കീറാൻ വേണ്ടി പോവാണ്. നേരത്തെ തന്നെ ഉമ്മയൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കളിയാക്കലിൽ ഷേക്കിൻ്റെ ഒക്കെ വന്നിട്ട് എന്നെ ടെൻഷൻ ആക്കാതിരിക്കാനായിട്ടാണ് അങ്ങനെ അവരൊന്നും ചെയ്യുന്നത്. പക്ഷെ ഞാനും അവനും ഭയങ്കര ടെൻഷനിലായിരുന്നു. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ കണ്ണൊക്കെ കീറി. ഞാൻ റിട്ടേൺ വന്നിട്ട് ഏട്ടൻ മരുന്ന് പിടിക്കുമ്പോൾ ഇപ്പം ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ കണ്ണിക്ക് നല്ല വേദനയുണ്ട്. അപ്പോൾ ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ലൂസാക്കിയിട്ട് നല്ല വേദനയും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബില്ലടിച്ചത് അവൻ കാണിച്ചു കൊടുക്കുന്ന ദിവസം അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഏട്ടൻ ആദ്യമായിട്ട് ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എനിക്കത് ഭയങ്കര വേദനയുണ്ട്. അതേപോലെ ഈ കണ്ണ് അമർത്തി പിടിക്കുമ്പോഴാണ് എനിക്ക് അപ്പുറത്തെ കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. കണ്ണും അമർത്തി പിടിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. ഏട്ടൻ അതിൻ്റെ ഇടയിൽ തന്നെ കുറേ കളിയാക്കുന്നുണ്ട്. വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഒറ്റ കണ്ണിൽ നിന്ന് കുളിച്ചിട്ട്. അപ്പോൾ അതാ ഞാൻ എൻ്റെ ഒരു അറിവിൽ സ്റ്റിക്കർ കാണില്ല എന്ന് വിചാരിച്ച് ഞാൻ ഗ്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചപ്പോഴും പകുതി മുക്കാലും എൻ്റെ കണ്ണൂത്തെ സ്റ്റിക്കറും കാര്യങ്ങളും കാണുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ആ ഒരു പൂതി മാറ്റി വെച്ച് ഞാൻ നേരെ അവിടെ ജ്യൂസ് കുടിക്കാൻ പോയിട്ടാ. എനിക്ക് ഭയങ്കരമായിട്ട് വേദനയ്ക്ക് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്ന ഏട്ടാ ആദ്യം ചെയ്യുന്ന പരിപാടിക്ക് വല്ല ജ്യൂസ് മേടിച്ച് തരിക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ജ്യൂസൊക്കെ മേടിച്ചെന്നാൽ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എത്ര വേദന, എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജ്യൂസിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഷെയ്ക്ക് ഐസ്ക്രീമൊക്കെനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എത്ര വയ്യെങ്കിലും ഇതൊക്കെ എൻ്റെ മുന്നിൽ കൊടുക്കുന്നത് ഞാൻ ഓക്കെ ആവും. അതവനറിയാം. അതുകൊണ്ട് തന്നെയാണ് അവൻ എനിക്കിത് മേടിച്ചു തരാൻ വേണ്ടി വന്നതും. അപ്പം അങ്ങനെ ഞാൻ എന്നോട് ജ്യൂസ് കുടിക്കുന്നുണ്ട്. സാധാരണ ഞാൻ എന്ത് കഴിച്ചാലും വീട്ടിലേക്ക് മേടിച്ചോണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ണികൾക്ക് വയ്യാത്തതുകൊണ്ട് ഉണ്ണികൾക്കും മേടിച്ചുകൊണ്ട് പോയില്ല. അങ്ങനെ ഞാൻ കുടിച്ച് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോകുമ്പോൾ കാത്തുമ്പോൾ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ലായിരുന്നു. ആ കാണുന്ന ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒന്നാമത്തെ എനിക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിട്ടാണ് പിടിച്ച് കയറ്റാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം കാത്തുമ്പോൾ ഉടുപ്പൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ചേരം അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. കണ്ണുമുത്ത കീറാൻ നോക്കിയിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അവളെൻ്റെ കൈയൊക്കെ പിടിച്ച് എന്നെ കൊണ്ട് നടക്കാനൊക്കെ തുടങ്ങിയിട്ടാ. അവളെൻ്റെ കൈ പിടിച്ച് എന്നെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എനിക്ക് ഉമ്മയൊക്കെ തരും. കണ്ണൊക്കെ ഒഴിഞ്ഞ് തരും. എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനൊന്നും പറ്റിയില്ല. എനിക്ക് നല്ല ഇറിറ്റേഷനും വേദനയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിട്ടായിരുന്നു ഇരുന്നത്. അങ്ങനെ ഞാൻ എന്നോട് പിറ്റേ ദിവസം അയച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് രാത്രി തന്നെ കണ്ണുമുത്തൊക്കെ അയച്ചെടുത്തപ്പോൾ എൻ്റെ കണ്ണുകണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയിട്ടോ. കാരണം കണ്ണുമ്പോൾ ഫുള്ളും പാടും വീർമതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാത്തുമ്മയ്ക്ക് കണ്ണുമുത്ത കെട്ടയച്ചോണ്ടിട്ട് കാത്തുമ്മ ഓക്കെ. അവൾക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഓക്കെ ആയിരുന്നില്ല. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ ചീശൻ്റെ കണ്ണ് റെഡി ആവണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ കാത്തുമ്മ എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് വയ്യാതെ ചെയ്യുക നമ്മളെ മക്കൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുമെന്നുള്ള ദിവസമൊക്കെ എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഞാൻ ഇരുന്ന് കൊടുത്തത് അവൾ അതിൻ്റെ ഓരോന്നും പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ബഡ്സ് ഇട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ദിവസം ഭയങ്കര പേടിയാണ്. അവൾ ചേട്ടിലൊന്നും ശരിക്കും ഇടണില്ല കേട്ടോ. അവൾ അവിടെ ഇവിടെ കൊത്തിയിട്ടുള്ളൂ, വേഗം തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏട്ടെടുത്ത ഒരു ഭാഗമാണ് എൻ്റെ കണ്ണിങ്ങനെ കാണുന്നത്. അപ്പം അങ്ങനെ കണ്ണ് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ണുമ്പോൾ ചെറിയൊരു കുരു വന്നെങ്കിൽ പോലും അത് പോകുന്നില്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടും പോകണില്ലെങ്കിൽ വേഗം തന്നെ ഡോക്ടറെ കാണിക്കുക. ഞാൻ 1 മാസം അത് വെച്ച് നീട്ടി കൊണ്ടുപോയി. അതിൻ്റെ ഒരു മൂപ്പും കാര്യങ്ങളും വന്നുകൊണ്ട് തന്നെ എനിക്ക് വേദന കൂടുതലായിരുന്നു. നമുക്കറിയാമല്ലോ നമ്മൾ മൊത്തം വന്ന കുരു പോവില്ലേ എന്ന്. ഇല്ലയെന്ന് ഉറപ്പായി എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക, അത് കീറിക്കളയുക. അല്ലെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ കിടന്ന് വേദന അനുഭവിക്കേണ്ടി വരും. അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാത്തുമാരെ ഇരുന്നിട്ട് അലമ്പുണ്ടാക്കുന്നുണ്ട്. എനിക്കിപ്പോൾ സ്ഥിരമായി വീഡിയോസ് ഇടാനൊന്നും പറ്റുന്നില്ല. കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും നാളോട്ടെങ്കിലും സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പറ്റും ഞാൻ ശ്രമിക്കാം. ഞാൻ മാക്സിമം നോക്കാം കേട്ടോ. കാത്തും എന്ത് കണ്ടിട്ടാണ് ഈ ഒതുങ്ങിയിരിക്കണമെന്ന് മാത്രം എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. കാരണം അവളിങ്ങനെ ഒതുങ്ങിയിരിക്കാറില്ല. അപ്പം അങ്ങനെ ആളും വീട്ടിലേക്ക് കെട്ടി കൊടുത്ത് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പം അതിന് പോവാണ്ട് റെഡി ആവുക കേട്ടോ. കാത്തുമുണ്ട മേത്ത് കയറണ പോലെയാണ് അവൾ എൻ്റെ മേത്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. ആൾക്ക് എൻ്റെ ഒക്കെ തന്നെ ഇരിക്കുന്നത്, അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ,
ഇതൊക്കെയാണ് കേട്ടോ കാഴ്ചകള്. ചിലവർക്ക് ഇത് കാണുമ്പോ സിമ്പിൾ ആയിരിക്കും, ഇതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം എന്നൊക്കെ ചോദിക്കും. അത് അത്യാവശ്യം വേദനയുള്ള കാര്യം കേട്ടാ. അത്യാവശ്യം വേദനയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം തടിപ്പിച്ച് അതിൽ കയറുക അതൊക്കെ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. എനിക്ക് പ്രസവിക്കുമ്പോൾ എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് കയറുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. അത് കണ്ട് ഇതെന്താ അറിയോ, നമ്മൾ കഴിഞ്ഞ് കണ്ടപ്പോഴാണ്, അഴിച്ച് കണ്ടപ്പോഴാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. സത്യം പറയാം, ഭയങ്കര സങ്കടമായി. എനിക്ക് ഭയങ്കര പേടിയുള്ള ഇങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും ആ വിഷമമായി. കാരണം ഈ പ്ലക്കർ പോലത്തെ സാധനം വെച്ചിട്ടാണല്ലോ നമ്മൾ ഇതാക്കുക, കണ്ണ് തുറന്നു പിടിപ്പിക്കുക. അപ്പൊ അതിന്റെ പാടും ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല, ചെറിയൊരു വീർണത ഉണ്ട് ചെയ്തതിന്റെ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് റെഡി ആവട്ടെ എന്ന് വിചാരിക്കട്ടെ. അതുപോലെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം അല്ലേ. അത് വേറെ ഒന്നല്ല, നമ്മളെ കാണുന്നവരും നമ്മളറിയണവരോടൊക്കെ അറിയണവരും പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ള ഒരു കേസ് ഇടപെടേണ്ട, ട്രോളന്മാർ ഇതിൽ ഇടപെടേണ്ട. നമ്മളത് ഇടപെടാറുമില്ല. അത് മാക്സിമം ഇട്ട് കളി തന്നെയാണ്. പിന്നെ ഭയങ്കരമായിട്ട് നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വന്ന് ഞാൻ ചെയ്യാതായിട്ട് ഞാൻ ചെയ്തതുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുമ്പോഴാണ് ഞാനായിട്ട് പ്രതികരിക്കുക. അല്ലാതെ ഇവൻ ഇങ്ങനത്തെ വീഡിയോസ് കാണാനോ ഒന്നിനും നിൽക്കാറില്ല. ഇവൻ അങ്ങനത്തെ വീഡിയോ എടുക്കണമെന്ന് ചിന്തിക്കാറില്ല. ഒരാളുടെ വ്യക്തിയുടെ കോപ്പിറൈറ്റ് അടിച്ചു, വീഡിയോ പോയി. അയാൾക്ക് മാത്രമൊന്നുമല്ല, ഇട്ട് എല്ലാവർക്കും ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒന്ന് ചെയ്തിട്ട് അവർ വായോണ്ട് പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഞാൻ വിഷയമല്ല. പക്ഷെ നമ്മുടെ വീഡിയോ എടുത്തിട്ടിട്ട് നമ്മൾ എന്താ പറയാ, ഞാൻ മുന്നത്തെ കാര്യങ്ങൾക്ക് ഞാൻ കോപ്പിറൈറ്റ് അടിക്കാനോ ഒന്നിനും നിന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യത്തെ ഒരു കേസിൽ എനിക്ക് ഭയങ്കരമായ വിഷമം തോന്നി. കാരണം ഞാൻ എൻ്റെ സഹോദരിയോട് കുശുമ്പ് കാണിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം തോന്നി. പിന്നെ പറഞ്ഞത് എൻ്റെ ഫാമിലിയാണ്. എനിക്ക് രണ്ട് കാര്യം എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നി. ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്ന് എനിക്കറിയാം. പിന്നെ ഇതിനെ ന്യായീകരിക്കാണ്, അതാണ് ഇതാണ്. എല്ലാവരും ഓരോരു പക്ഷം പറയുന്നേ. ഇപ്പൊ ഞങ്ങൾ പറയും ഞങ്ങൾ ന്യായീകരണമാവും, നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഇത് ഒക്കെ ഓരോരുത്തർ ഇതിന്റെ ന്യായീകരണങ്ങൾ മാത്രം തന്നെയാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങൾ ഇതുവരെ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ ഇപ്പൊ എന്തുകൊണ്ട് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തതിൽ ഒക്കെ മിണ്ടാതിരുന്ന് കേൾക്കാനും ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ വായ കൊണ്ട് പറഞ്ഞു എന്താ വെച്ചാൽ പറഞ്ഞു, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ വീഡിയോ എടുത്തിട്ടിട്ട് നമ്മളതിനെ മറ്റുള്ളവരെ മുന്നിൽ ഇങ്ങനെ ഇതാക്കുമ്പോൾ വലിയ രസമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു വ്യക്തിക്കല്ല, കുറേ എല്ലാവർക്കും ഇനി ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നോക്കും എല്ലാവർക്കും. ഞാൻ ആളെ വീഡിയോ പോയപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് അത് കൊണ്ടു. പിന്നെ ഇട്ട വീഡിയോക്ക് ഭയങ്കര നെഗറ്റീവ്, എന്താ ഞാനൊരു ഫ്രോഡാണ്, എന്തോ എന്നെ ഭയങ്കര പേരൊക്കെ വിളിച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, അതാ ചേട്ടൻ്റെ വിഷമമാണ്. ഞാനൊരു വീഡിയോ ചേട്ടൻ കോപ്പിറൈറ്റ് അടിച്ച് കളഞ്ഞതിനാ ചേട്ടൻ ഇത്ര വിഷമം. അപ്പൊ എന്നെ കുറിച്ച് ആ ചേട്ടൻ നിരന്തരമായി അനാവശ്യം പറയുമ്പോൾ 2.5 വർഷമാവാറേ ഞങ്ങൾ കല്യാണം. ഇപ്പോഴാണ് ഞങ്ങൾ ഇത് കൊടുത്തു തുടങ്ങിയത്. മെയിനായിട്ട് ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് നമ്മൾ കൊടുത്തു തുടങ്ങിയത്. അത് അറിയണതാണോ അല്ലെങ്കിൽ അറിയാത്തവരാണോ ഒന്നും നമ്മൾ നോക്കാറൊന്നുമില്ല. എല്ലാവർക്കും അറിയണമായാലും അറിയാത്തതായാലും നമ്മുടെ വീഡിയോസ് എടുത്തിട്ട് നമ്മളിട്ടിട്ട് സത്യാവസ്ഥ എന്താണെന്ന് അറിയാനോ ചോദിക്കാനോ അവർക്ക് ഇതില്ല. വീഡിയോന്റെ മുകളിൽ അവരെ അഭിപ്രായങ്ങൾ അവർ പറയുമ്പോൾ നമ്മുടെ ഫോട്ടോസും വീഡിയോസും വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ യൂട്യൂബിനായാലും ഫേസ്ബുക്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ളത് ഞാൻ ചോദിച്ചിട്ട് അതിനറിയണവരോട് ചോദിച്ച് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ചെയ്യും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ആയതുകൊണ്ട് എന്ത് വേണേൽ പറഞ്ഞു. ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഒരാളെ വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ട് ആളെന്നെ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറയാൻ നിന്നിട്ടില്ല, പറയണമില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ എടുക്കാം. അല്ലാതെ ഞങ്ങൾ ഇട്ട വീഡിയോന്റെ മുകളിൽ എടുത്തിട്ട് ഈ പൊങ്കാല അർപ്പിക്കുമ്പോൾ ഞങ്ങളും തിരിച്ച് അതേപോലെ തരും. അതിന് സ്നേഹമോ അത് ആരായാലും ചെയ്യുന്നുള്ളത്. ആള് പറയുന്ന ആളെ വീഡിയോയിൽ ഞാൻ അവരെ കുറിച്ച് കുറെ നല്ലത് പറഞ്ഞിട്ടുണ്ട്, അന്നൊന്നും ചെയ്തിട്ടില്ല. നെഗറ്റീവ് പറഞ്ഞപ്പോ എന്നെ കോപ്പിറൈറ്റ് അടിച്ചത്. ആരും നല്ലത് പറയുമ്പോ ആരെങ്കിലും കോപ്പിറൈറ്റ് അടിച്ചു. ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് കോപ്പിറൈറ്റ് ഈ പോലീസ് കേസൊക്കെ കൊടുക്കുക. ചേട്ടൻ എത്ര നാൾ ഓരോന്ന് പറയുമ്പോ ഞങ്ങൾ മിണ്ടാതിരിക്കുമ്പോ ചേട്ടൻ ഒരു വിഷമം ഉണ്ടായിരുന്നില്ലല്ലോ. ചേട്ടൻ ഒരു വീഡിയോ ഇട്ടു, ഞാനത് കോപ്പിറൈറ്റ് അടിച്ചപ്പോൾ ചേട്ടൻ അത് നന്നായി കൊണ്ടില്ലേ. അതങ്ങനെയാണ്, നമ്മളെ എതിരെ ആരും ചെയ്യുമ്പോൾ തന്നെ നമുക്കുള്ള, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നമുക്ക് ആർക്കും ഒരു പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല. ഓക്കെ എന്നുള്ള മൈൻഡ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ കുറിച്ച് അനാവശ്യം പറയുമ്പോൾ നമുക്കത് നന്നായി കൊള്ളും. അതിനനുസരിച്ച് നമുക്ക് എന്താണ് ചെയ്തോ, എനിക്കൊരു വിഷയമില്ല. ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും വെച്ച് തരുമ്പോൾ അതിനുള്ള നടപടി എന്താ വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് യൂട്യൂബിൽ എന്താ ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യും. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ പലരും പറയുന്നത് നമുക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ ഇടോ, അത് ഞങ്ങള് ഇഷ്ടം കൊണ്ടും ഞങ്ങള് അതേപോലെ സ്നേഹിക്കണം കൊണ്ടാണ് ചിലർ നമ്മളെ സപ്പോർട്ട് ചെയ്യും.
അതിന് കുശുമ്പ് തോന്നിയിട്ട് അസൂയ വന്നിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാം പറയണ അവര് ഇപ്പൊ എൻ്റെ ബ്രദറിന് ഞാൻ പറയുമ്പോൾ പോലും ആളെ ചെയ്താലും ഞാൻ ചോദിക്കൊന്നുമില്ല, ഞാൻ കോപ്പിറൈറ്റ് അടിക്കാനുള്ള ഞാൻ അടിക്കും. അത് ആര് ചെയ്താലും ഞാൻ ചെയ്യാനുള്ള ഞങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ വീഡിയോസും എടുത്തിട്ട് ഈ തോന്നിയാസം എന്തും പറയാന്നുള്ള ഇതിൽ പറഞ്ഞു ഞാൻ ചെയ്യും. നിങ്ങൾക്ക് പറയാനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം പറയാം. ആള് പറയണു ഞങ്ങൾ പറയുന്നത് മൊത്തം ആയിക്കോട്ടെ, ശരിയാണ്, മോശപ്പെട്ട ഫാമിലിയാണ്. ഓക്കെ, പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ പറയുന്ന ചേട്ടനാണ് ഏറ്റവും മോശപ്പെട്ട ഒരാൾ. കാരണം ഈ ഒരു സമൂഹത്ത് ചേട്ടാർക്ക് ഇങ്ങനെ പറഞ്ഞു വരുന്നത് എൻ്റെ ഭാര്യ എൻ്റെ അമ്മയുടെ കൂടെ സന്തോഷത്തോടെ കൂടി ജീവിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ എല്ലാം സഹിച്ച് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ചേട്ടൻ്റെ അമ്മ ചിലപ്പോൾ പാവായിരിക്കാം, അതോടായിരിക്കും. എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ പെണ്ണുകൾക്കും അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ട്. മാത്രല്ല എല്ലാ വീട്ടിലും ആ ചേട്ടൻ തന്നെ പറഞ്ഞു എന്റെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ ഞാൻ പുറത്തേക്ക് എത്തിക്കാറില്ല. അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ലൈഫ്. ചേട്ടന്റെ കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്ത വല്ല പ്രശ്നങ്ങളായിരിക്കും ചേട്ടൻ പുറത്ത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രത്യേകിച്ച് അത്ര വൃത്തിയായിട്ട കേസുകളൊന്നും നിൽക്കാനോ പറയാതിരിക്കാൻ മാത്രം ഒന്നും ഇല്ല. ഞങ്ങൾ തല്ലുണ്ടാക്കിയാലും ചെറിയ ചെറിയ തല്ലോട്ടങ്ങളും കാര്യങ്ങളായിരിക്കും. അതിപ്പോൾ പുറത്താറിയാൻ ഞങ്ങൾക്ക് വലിയ വിഷയമില്ല. ചേട്ടൻ ചിലപ്പോൾ പുറത്തറിയാൻ പറ്റാത്ത മോശമായ കാര്യമായിരിക്കാം, അതുകൊണ്ടായിരിക്കും ചേട്ടൻ എത്ര നടക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ എടുത്തു ഇപ്പൊ കോപ്പിറൈറ്റ് ആളെ മാത്രമല്ല വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള നടപടിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പോയവര് എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ, പക്ഷെ അതിനൊന്നും എനിക്ക് വിഷയമില്ല. ഞങ്ങളുടെ വീഡിയോസ് അതിലുണ്ട്, ഞങ്ങൾക്ക് അതിൽ കോപ്പിറൈറ്റ് അടിച്ചാൽ ആ വീഡിയോ പോകുന്നുണ്ട് ഞാൻ അടിക്കും, അത്രയും ഞങ്ങൾ പറയുള്ളൂ. അല്ലാതെ എല്ലാവരും നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇപ്പം ഞാൻ വീഡിയോ കണ്ടു, ആളെ വീഡിയോ ഫോട്ടോ കാണിച്ചിട്ടല്ല ഞാൻ ഇതൊന്നും പറയണത്. ആൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആൾക്ക് ഇത് അറിയാൻ പറ്റും. ആ ചേട്ടൻ ഇപ്പൊ ചെയ്ത വീഡിയോയില് നമ്മള് കാണിച്ചില്ല ക്ലിയർ ഇല്ലാത്തോണ്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വായിൽ പറയാനുള്ളത് എന്ത് വേണേലും പറയാം. സോഷ്യൽ മീഡിയ ആണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ ഞങ്ങളെ വീഡിയോ സൈഡിൽ വെച്ചിട്ട് ഞങ്ങൾ പറയുന്നതിന് ഒപ്പത്തിനൊപ്പം പറയാന്ന് വെച്ചാൽ അത് യൂട്യൂബിന് എന്തിനാണ് ഈ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ സാധനം തരുന്നത് മനസ്സിലായ? അത് അങ്ങനെ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് അത് അടിക്കണത്. ഇല്ലെങ്കിൽ എനിക്ക് അടിക്കാൻ പറ്റുമോ? യൂട്യൂബ് തന്നെ പറഞ്ഞു നിങ്ങൾക്ക് എതിരെ എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നല്ല കാരണം ആരും അടിക്കൊന്നുമില്ല. നിങ്ങൾ അതിനെ കുറിച്ച് കുറച്ച് നല്ല കാര്യം പൊളിറ്റിക്കോ ഞാൻ ഒന്നും കോപ്പിറൈറ്റ് അടിക്കില്ല. പക്ഷെ അറിയാത്ത കാര്യങ്ങളും അതിനെ വളച്ചൊടിച്ചൊരു കഥേനെ ഇല്ലാ കഥയാക്കുമ്പോഴും പിന്നെ ഞാൻ പറഞ്ഞതിനെ വേറൊരു തലത്തേക്ക് മാറ്റുമ്പോഴും അങ്ങനെ വരുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കാനുള്ള അവകാശമുണ്ട്, അത് ചെയ്യണമെന്ന് മാത്രം. പിന്നെ ചേട്ടാ എല്ലാ കുടുംബങ്ങളും ഒരേപോലെയല്ല, അത് ചേട്ടൻ ചിന്തിക്കല്ലേ. ചേട്ടൻ്റെ ലൈഫ് ഇങ്ങനെ വെച്ചിട്ട് മറ്റെല്ലാവരുടെ ലൈഫ് അങ്ങനെ ആവണമെന്നില്ല. എല്ലാവരും എല്ലാ പ്രശ്നങ്ങളും മിണ്ടാതെ ഇരുന്ന് സഹിച്ചു പിടിച്ച് ജീവിക്കണം പറയല്ലേ. അങ്ങനെ ഒരുപാട് പേര് ജീവിക്കണോണ്ടാണ് ഒരുപാട് മരണങ്ങളും കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നത്. നമ്മുടെ ലൈഫ് നമ്മൾ ഇഷ്ടപോലെ ജീവിക്കട്ടെ. നമുക്കറിയാമല്ലോ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടെന്ന്. ആ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ ചെയ്യോ? ഇല്ല, ഞങ്ങൾക്കറിയാം ലൈഫിൽ എന്തൊക്കെ ചെയ്യണം. എൻ്റെ ഫാമിലിയുടെ ഇഷ്യൂ ആണെങ്കിലും എൻ്റെ ഫാമിലിയുടെ ഇഷ്യൂ മാറിയെന്ന് വെച്ചോ ഞാൻ നിങ്ങളോട് വന്ന് പറയില്ല. കാരണം എൻ്റെ ഫാമിലിക്ക് യൂട്യൂബ് ഇഷ്ടമല്ല, ഞാൻ ഈ ഫീൽഡിൽ നിൽക്കണ ഇഷ്ടമല്ല. അപ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് എൻ്റെ ഫാമിലിനെ കുറിച്ചിട്ട് പറയാനോ അല്ലെങ്കിൽ അവരെ വലിച്ചയക്കാനോ അല്ലെങ്കിൽ അവരെ ഫോട്ടോസും വീഡിയോസ് ഇട്ടിട്ട് റീച്ച് കൂട്ടാനോ ഞാൻ നിൽക്കില്ല. അപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുക. ഞാൻ ചിലപ്പോൾ നാളെ മിണ്ടി അല്ലെങ്കിൽ ഇപ്പം ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ മിണ്ടിയില്ല എന്ന് തന്നെ പറയുള്ളൂ. കാരണം അവർക്കതൊരു വേദന ടെൻഷൻ ആയിരിക്കണ്ട. കാരണം ഞാൻ യൂട്യൂബിൽ നിൽക്കണം, നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഇനി പലതും പറഞ്ഞുണ്ടാക്കണത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസിലൊന്നും അവരെ ഞാൻ വലിച്ചയക്കാത്ത ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ പറയുന്നതും കേൾക്കണം. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത ആളെ ഇനിയിപ്പോൾ അവർ ഞങ്ങളെ വീഡിയോയിൽ വന്നാൽ അവർക്ക് അവിടുത്തെ കുറ്റം ഇപ്പൊ അവര് വന്നു എന്ന് വെച്ചാൽ അപ്പൊ പറയും ഇവന്റെ വാക്കും കേട്ടിട്ട് ഉളുപ്പില്ല. ഇതൊക്കെ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈഡാക്കിയിട്ട് അവരെ നിർത്തിയത്. അവര് സേഫ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. എനിക്ക് കാണാനും കേൾക്കാനും അവരുണ്ടല്ലോ. എല്ലാവരെയും പിടിച്ചിട്ട് ഇപ്പൊ ചേട്ടൻ്റെ വൈഫിനും അമ്മയ്ക്കും താല്പര്യം ഇല്ല യൂട്യൂബിൽ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അവരെ പിടിച്ചിട്ട് ഇരുത്തിയിട്ട് എന്റെ ഇതില് അവര് ഏട്ടൻ നിർത്തോ? ഇല്ല. ഇത് പണ്ട് നമ്മുടെ കുടുംബശ്രീ ചെയ്യണ കാര്യങ്ങൾ ചേട്ടൻ ഇപ്പൊ അതാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ ഞാൻ ഇത് വീഡിയോ കാണാത്ത ഒരാളാണ്. പക്ഷെ ആ ഒരു ഞാൻ വീഡിയോ കാണാത്തല്ല. പക്ഷെ അമ്മ ഇരുന്ന് കാണുമ്പോ ഞാൻ പറഞ്ഞു അമ്മ നിർത്തും മതിയാക്ക്. അപ്പൊ അമ്മ പറഞ്ഞു നിങ്ങൾക്കുള്ള ഇതാണ്. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ കേട്ടു. അപ്പൊ അത് കേട്ടോണ്ട് മാത്രമാണ് എനിക്ക് ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. അപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടതിൽ മാത്രമാണ് ഞാൻ പറയണേട്ടാ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയാവുള്ളൂ. നെഗറ്റീവ് പറയണ ഒന്നും പറയരുതെന്നുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. എല്ലാം സഹിക്കണം. ഇത് നിങ്ങൾ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ രണ്ട് ഭാഗം കേൾക്കണം. ഞങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ സഹിക്കേണ്ടി വരും. നിങ്ങൾ ആ വീഡിയോ എടുത്തു, ഇനിയും എൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ കോപ്പറേറ്റ് അടിക്കും. ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോവില്ല. അതൊക്കെ നിങ്ങളുടെ ഭാഗ്യമാണ്, എൻ്റെ ഭാഗ്യമൊന്നുമല്ല. ഞാൻ കൊടുക്കാനുള്ള എല്ലാവരും ലിസ്റ്റ് ഇട്ടു, ഞാൻ അടിച്ചു കൊടുത്തു, അത്രയും ഉള്ളൂ. അതിൽ നിങ്ങളുടെ പോയി ഇനി പോവാനുള്ളവരും ഉണ്ടാവും, ചിലപ്പോൾ പോയി കഴിഞ്ഞുണ്ടാവും. അതൊന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല. എൻ്റെ ഫോട്ടോസും എൻ്റെ ഭാര്യയുടെ ഞങ്ങൾ രണ്ടാളുടെ ഫോട്ടോസും വീഡിയോസും എടുത്തിടുമ്പോൾ ആലോചിക്കുക മറ്റൊരാൾക്ക് ഇതിന് അവകാശമുണ്ട്.
ഇപ്പൊ നിങ്ങളെ ഫോട്ടോ എടുത്തിടുമ്പോൾ നിങ്ങൾക്കും കോപ്പിറൈറ്റ് അടിച്ചോ. ചേട്ടനോട് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു കോപ്പിറൈറ്റ് അടിക്കണമെന്ന്. ചേട്ടൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഞാൻ എടുത്തിടുമ്പോൾ കോപ്പിറൈറ്റ് അടിക്കാനുള്ള അവകാശം ചേട്ടനും ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ചേട്ടൻ നല്ലത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ ചേട്ടനെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയയിലായാലും പരിപാടി എന്താ വെച്ചിട്ടാ ഒരു വീഡിയോയിൽ തന്നെ 2 ഭാഗം നല്ലത്, ഒരു 10 ഭാഗം നെഗറ്റീവും പറയും. അപ്പൊ അങ്ങനെ ആനെ വെറുപ്പിക്കാതെ ഇങ്ങനെ കൊണ്ടുപോകണം. ചില നേരത്തെ അങ്ങനെ കാണാൻ, ചില തോന്നുന്നത് നിറം മാറണം കാണാം. എന്താ പറയാ, ഇതോടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഞങ്ങൾ കാണുന്നവരും എല്ലാവരും പറഞ്ഞാ നിങ്ങൾ നിങ്ങളെ ലൈഫായിട്ട് പോകും, അല്ലാതെ മറ്റുള്ളവർ ഇത് പറഞ്ഞിട്ട് തുള്ളിയിട്ടോ കാര്യമില്ല. ശരിയാണ്, ഞങ്ങളെ ലൈഫായിട്ട് തന്നെ. അല്ല, ആരും ആ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട് ആ ചേട്ടൻ പറഞ്ഞ മണ്ടത്തരങ്ങളൊന്നും വിശ്വസിച്ച് അല്ലാതെ സഹിച്ച ഒരു കുടുംബത്തിൽ നിൽക്കരുത്. കാരണം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ തന്നെ അങ്ങനെ ഭാര്യ വീട്ടിൽ നിന്ന് ഭാര്യയുടെ ഭാഗത്തുനിന്നാലും അമ്മായിയമ്മയുടെ ഭാഗത്തുനിന്നാലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ മാറാൻ പറ്റണമെങ്കിൽ മാറണം, അല്ലാതെ സഹിച്ച് പിടിച്ചിട്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ ഫ്രണ്ടിന് ഇപ്പം ഉണ്ടായത്. ഞാൻ നിന്നോട് പറഞ്ഞില്ല, 40 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചത്. ആൾ അത്രയും കഷ്ടപ്പെട്ട് ആ ഭാര്യയ്ക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തിട്ടും ഭാര്യ പറഞ്ഞ അമ്മേനെ ഉപേക്ഷിച്ചിട്ട് അതൊന്നും നടക്കണ കാര്യങ്ങളല്ല. അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങൾ കുറെ ഉണ്ട്. അതിനൊന്നും ന്യായീകരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഞാൻ വന്നത്. അത് ലൈഫ് നല്ലതും പൊട്ട എല്ലാത്തിലും ഉണ്ടാവും. അപ്പൊ ഏത് നല്ലത് ഏത് പൊട്ടാൻ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് ഞങ്ങൾ തീരുമാനിച്ചോളൂ എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പണി ട്രോൾ ചെയ്തിട്ട് നിങ്ങൾ കാശുണ്ടാക്കുക, അതേപോലെ ഞങ്ങൾ വീട്ടിട്ട് ഞങ്ങളും കാശുണ്ടാക്കും. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഇട്ട് ഞങ്ങൾ കോപ്പിറൈറ്റ് അടിക്കും ചെയ്യും. അതിനൊന്നും വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ നോക്കിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നവരടുത്ത് എനിക്ക് പറയാനുള്ള വെച്ചാൽ ഞാൻ ആദ്യം പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങളതൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ ചെയ്ത് കിട്ടിയപ്പോൾ പ്രശ്നം മാറി. കുറേ ഞാൻ എടുത്തിട്ടു. ഞാൻ ഇങ്ങനെ നോക്കും, അല്ലെ പൊന്നു അല്ലെ അമ്മയെ അയച്ചൊരു ഇവന് ഞാനും അമ്മയാണ് അയച്ചെടുക്കും. ഞാനും അമ്മയാണെങ്കിൽ വല്ല ട്രോൾ വന്ന് നോക്കിയിട്ട് ഞങ്ങളെ വീഡിയോയും ബാക്കി എന്താണോ കൊടുക്കാനുള്ളത് എല്ലാം ഞാനെല്ലാം ക്ലിയർ ചെയ്ത് ഇവന് അയച്ചു കൊടുക്കും. ഇവ വന്നിരുന്ന് ചെയ്തു തരും. അല്ലാതെ ഇവൻ പ്രത്യേകിച്ച് വീഡിയോസ് കാണാല്ലോ. പിന്നെ കേൾക്കാറ് ഞങ്ങൾ വല്ല വീഡിയോസ് കാണുമ്പോൾ അപ്പുറത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ കേൾക്കും, അല്ലാതെ കാണില്ല. ഇനി ഇതിന്റെ പേരിൽ നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ കോപ്പിറൈറ്റ് ഞങ്ങൾ പൊട്ടയാണ് മോശമാണ് ഓക്കെ, നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞു വായാണ് നാവാണ് എന്ത് വേണമെങ്കിലും പറയാം, വളച്ചൊടിക്കാനും എന്തിനും പറ്റും. പക്ഷെ സത്യം എന്തായാലും പുറത്ത് വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ആവട്ടെ. പിന്നെ എൻ്റെ ഫാമിലീനെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ എൻ്റെ തീരുമാനമാണ്. അത് മറ്റൊരാൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ തീരുമാനത്തിനോ എടുക്കേണ്ടതല്ല. എൻ്റെ ലൈഫും എൻ്റെ ഭാര്യയുടെ ലൈഫും നോക്കേണ്ടത് ഞാനത് കൃത്യമായിട്ട് ഞാൻ നോക്കും, എനിക്ക് ഉറപ്പുണ്ട്. അത് സായിച്ചേട്ടൻ പറഞ്ഞ കേസ് ഭയങ്കര കറക്റ്റായിട്ട് ഫീൽ ചെയ്തു. അത് നീ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഫാമിലി എന്ന് വെച്ചാൽ ഞാനും കാത്തും നീയും അടങ്ങിയതാണ് നിന്റെ ഫാമിലി. നമ്മുടെ ഫാമിലിയിലാണ് നിന്റെ അച്ഛനമ്മ എൻ്റെ അച്ഛനമ്മ അങ്ങനെയുള്ളത്. നിന്റെ ഫാമിലി ഏതാണോ അത് ഞാനും കാത്തുക. ഒരു കല്യാണം കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് മുന്നോട്ട് പോകണം. ബാക്കി എല്ലാവരും വേണം, അവരൊന്നിച്ച് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞില്ല, ഇതിന് തീരുമാനം എടുക്കാൻ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഇത്രയും കാലം നമ്മളെ സ്വന്തം തീരുമാനത്തിൽ തന്നെ പോയത്. അപ്പൊ ഇത് ഞാൻ അപ്പൊ ഈ ഉപദേശിച്ചു കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല. നമുക്കറിയാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ചേട്ടനോട് ചേട്ടന്റെ ഭാര്യനെ ഉപേക്ഷിക്കാൻ പറഞ്ഞ് ചേട്ടൻ കേൾക്കും, ചേട്ടന്റെ അമ്മേനെ ഉപേക്ഷിക്കാൻ പറഞ്ഞ് കേൾക്കും. ഇതൊക്കെ നമുക്ക് അമ്മയുടെ അടുത്ത് ഭാര്യനെ മാറ്റി നിർത്താൻ പറഞ്ഞ് ചേട്ടൻ കേൾക്കും. ഇതൊക്കെ വായോണ്ട് പറയാനും മറ്റു ഓരോ സജഷൻസും നമുക്ക് തരാൻ പറ്റും. ലൈഫില് ചേട്ടനൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് ഇതിന്റെ വിഷമവും കാര്യങ്ങളും. ഞാൻ പറഞ്ഞിട്ടെ, ഇപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ ഫാമിലി നാളെ മിണ്ടിന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഇവരെ കൊണ്ടുവന്ന് നിർത്തി കാണിച്ചു തരാൻ ഞാൻ തയ്യാറല്ല. അവർക്ക് ഇഷ്ടമല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. 100-110% എനിക്കറിയാം ഈ യൂട്യൂബും കാര്യങ്ങളും അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പം ഞാൻ അവരെ കൊണ്ടുവരില്ല. അപ്പോൾ അത് വിഷമിച്ച് ചേട്ടെ ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങൾ പൊട്ടയാണ്, എൻ്റെ വൈഫ് പൊട്ടയാണ്, ഞാൻ പൊട്ടയാണ്, അങ്ങനെയാണ്, ഇതാണ് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് നോ കെയർ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ വിഷയങ്ങളില്ല. കാരണം ഇതിനെക്കാട്ടി വലിയ ട്രോളും കാര്യങ്ങളൊന്നും കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. നിങ്ങൾ തന്നെയാണ് ഞങ്ങളെല്ലാത്തിലും ഈ ട്രോളിയും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ കുറച്ച് സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചിട്ട് എല്ലാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സപ്പോർട്ട് ചെയ്യേണ്ട സപ്പോർട്ട് ഞാനായാലും പറയും നല്ലതെന്ന് നല്ലതെന്ന് പറയും. സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടില്ല, നെഗറ്റീവ് പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ലൈഫില് അവരനുവാദമില്ലാതെ കയറരുതെന്നാണ് ഞാൻ പറയുള്ളൂ. ഞങ്ങളുടെ ലൈഫിലെ വേണ്ടതിലും വേണ്ടാത്തതിലൊക്കെ നിങ്ങൾ ഞങ്ങൾ അനുവാദം പോലെ അത് കയറണം. അത് നല്ലതിലാണെങ്കിലും പൊട്ടയിലാണെങ്കിലും ഞാൻ എന്തായാലും ചേട്ടനോട് ഈ വീഡിയോ കുറെ പേര് എടുത്തിട്ട് വീഡിയോ ഇട്ടോ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വരിവരിക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കൊടുക്കാൻ തയ്യാറാണ്. ലാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ചേരം ഇരിക്കണമെന്നില്ല, ആ കാര്യം ഞാൻ ഏറ്റവും. അപ്പോൾ അങ്ങനെ തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിനും പറഞ്ഞു നീ കേട്ടില്ല. ഞാൻ നല്ല പ്രൊമോഷണൽ ഷോർട്സില്
ഞാൻ ആ വർക്കിൻ്റെ ഇത് ലാപ്ടോപ്പിൽ നോക്കുന്ന ഭാഗം കൂടി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ലാപ്ടോപ്പിൽ നോക്കിയപ്പോൾ വിദ്യാഭ്യാസത്തിനൊന്നും ആവശ്യമില്ല. എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച് വരുന്ന പ്രായം തൊട്ട് എൻ്റെ വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടായിരുന്ന ഒരാളാണ്, ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. കാരണം അച്ഛൻ ഗൾഫിലായിരുന്നു, അച്ഛനെ വിളിക്കാൻ വേണ്ടിയിട്ട് അമ്മയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് യൂസ് ചെയ്യാറില്ല എന്ന് ഒന്നാമത്തെ നെഗറ്റീവ് വന്നത്. രണ്ടാമത്തെ ദിവസം വന്നത് വേറൊരാള് ലാപ്പോ കമ്പ്യൂട്ടർ എന്തോ മേടിച്ചപ്പോൾ നമ്മളിലുണ്ടെന്ന് പട്ടിഷോ കാണിക്കാൻ വേണ്ടി ഒരു കാര്യം ഞങ്ങൾ ലാപ്പ് മേടിച്ചിട്ട് 1 മാസം മേളിലായി. ഈ പട്ടിഷോ കാണിക്കണമെന്ന് ആവശ്യം ഞങ്ങൾക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ, ഞങ്ങൾക്ക് മേടിക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ല, യൂസ് ചെയ്യുന്നത് ഇട്ടിട്ടില്ല. ആ ഷോർട്സിൽ ഏതൊരു ഭാഗത്തിൽ വന്ന് നമുക്കത് ലെങ്ത് എത്തിക്കണം. അപ്പൊ അതിന് വേണ്ടി എടുത്തൊരു വീഡിയോയിൽ വന്നത്. ഞങ്ങൾക്ക് ആവശ്യമില്ല ഒന്നാമത്. ഞങ്ങൾ ഈ കോപ്പറേറ്റ് അടിക്കാൻ വേണ്ടി മാത്രമാണ് ലാപ്പ് വാങ്ങിയത്. ഞങ്ങൾക്ക് ഇതിനെക്കാട്ടി വലിയ ലാപ്പ് വാങ്ങിയാലും കമ്പ്യൂട്ടർ വാങ്ങി ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, യൂസ് ഇല്ല. ഞങ്ങൾ ഫോണിൽ തന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കോപ്പറേറ്റ് അടിക്കാൻ ഇതിൽ പറ്റണില്ല. അതുകൊണ്ടാണ് ലാപ്ടോപ്പ് വാങ്ങിയത്. അപ്പൊ അത് വാങ്ങിയിട്ട് കുറച്ച് കാലൊക്കെ ആയി. അത് കാണാത്തവരും അറിയാത്തവരും പറയേണ്ട കാര്യമില്ല. നമ്മൾ ഓരോ ചെയ്യണതും നിങ്ങളെ കാണിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ കാണിക്കേണ്ടല്ലോ, എല്ലാം പിടിച്ചിട്ട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ബാത്റൂമിൽ പോകുന്നുണ്ട്, അത് എനിക്ക് കാണിച്ചു തരാൻ പറ്റും ഇല്ല. അപ്പോൾ ആവശ്യമുള്ളത് തന്നെ കാണിച്ചല്ലോ, അത് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പോൾ ഈ പറയുന്ന ട്രോളന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എടുത്തോ, ഞങ്ങൾ വീഡിയോ എടുത്തിടുമ്പോൾ ആലോചിക്കുക, കോപ്പറേറ്റ് അടിക്കുമ്പോൾ വാങ്ങാം. ഈ ഒരു പ്രശ്നം പുറത്തുണ്ടായില് ഞങ്ങൾക്ക് പുറലോട്ട് ഇറങ്ങി നടക്കാൻ പറ്റിയില്ല, നാണിക്കാനായിട്ടും ഞങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നില്ലേ ഞാൻ ഒളിച്ചോടി പോയി, എൻ്റെ അനിയത്തി ഒളിച്ചോടി പോയി, ഇതല്ലേ ഉള്ളൂ. അല്ലാതെ ഇന്നത്തെ കാലത്തുണ്ടാണല്ലോ കഞ്ചാവ് കേസോ കൊലപാതകമോ പുറത്തിറങ്ങി നടക്കാതിരിക്കാം. അങ്ങനെ ആ ലോകത്തുള്ള എല്ലാവരും വീട്ടുകാർ പുറത്തിറങ്ങി ഒരുത്തനെ കൊന്നിട്ട് വരെ പരീക്ഷ എഴുതാനും തെറ്റെയ്ത് വെച്ചിട്ട് അവര് പുറത്തിറങ്ങി നടക്കരുതെന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനത്തെ കേസിലൊന്നും ഇപ്പൊ വലിയ കാര്യമൊന്നും വേണ്ട. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുറത്തിറങ്ങി നടക്കരുതെന്ന് പറയുന്നത്. ഓ അങ്ങനെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നാളെ മുതൽ പൊങ്കാലയുടെ വീഡിയോ ആയിട്ട് അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പൊ നമുക്ക് ബൈ പറയാം. ബൈ.